നമുക്കൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി 1/2 കിലോ ചിക്കൻ എടുത്തു. അതിലേക്ക് 2 മാഗി ക്യൂബ് പൊടിച്ചിട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലി, കുറച്ച് കുരുമുളകിൻ്റെ കുരു, പിന്നെ നമ്മൾ 2 ഏലക്കായ്, പട്ട, ഗ്രാമ്പു, അങ്ങനെ നമുക്ക് വേണ്ട സ്പൈസസൊക്കെ ഇട്ടു. പിന്നെ നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഉള്ളിയുടെ ഒരു കഷ്ണം, ഒരു ചെറിയ പീസാണ് നമ്മളതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തത്. പിന്നെ നമ്മളതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ തക്കാളി, അതാണ് നമ്മളിപ്പോൾ ഇട്ടത്. പിന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പിടി മല്ലി, പുതിന, ചപ്പ് അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മളതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത്. ആ ക്യാപ്സിക്കത്തിൻ്റെ പകുതി അതിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് എത്ര ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമുണ്ടോ അത്ര ഇഞ്ചി വെളുത്തുള്ളി നമ്മളതിലേക്ക് ആഡ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി ഓപ്ഷനിലാണ് കേട്ടോ, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി നമ്മളത് ആഡ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ഇട്ടിരിക്കുന്നത് അതിലേക്ക്. അതിന് ശേഷം നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഗരം മസാല പൊടി, ഉമ്മ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല പൊടിയാണത്. അതാണ് നമ്മളിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു കപ്പോളം ഓയിലാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചെടുത്തത്. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് ഓയിൽ, അത്യാവശ്യത്തിന് മന്തിക്ക് ഇപ്പോൾ ഓയിൽ ആവശ്യമാണല്ലോ, അതുകൊണ്ട് അത്യാവശ്യത്തിന് ഓയിൽ മാത്രം ഒഴിച്ചെടുക്കുകയാണ്. അതൊരു 10 മിനിറ്റ് നന്നായി കുഴച്ച് കൊടുക്കും. എന്നിട്ട് ഒരു 2-3-4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ല സെറ്റായി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. നന്നായി കുഴച്ച് നമ്മൾ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ചു. 4 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചു. പിന്നെ ലോ ഫ്ലെയിം ആക്കി. പിന്നെ ലോ ഫ്ലെയിം കിടന്ന് കുറേ നേരം വേവട്ടെ, അപ്പോഴേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഇപ്പം നമ്മളത് വെന്ത് ഇനി നമുക്കതൊന്ന് മറിച്ചിടാം. അതെല്ലാം കൂടി ഒന്ന് മറിച്ചിടാം. അതിൻ്റെ ഒരു ഭാഗം ചെറുതായി വെന്തിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഇതിങ്ങനെ ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. ഇപ്പോൾ തന്നെ ചിക്കനൊന്നും നന്നായി വെന്തു, കാരണം നമ്മൾ കുറച്ച് നേരം അതിൽ വെച്ചിട്ട്. അപ്പോൾ ഈ മസാല ഇതിലുള്ള ഈ പച്ചക്കറികളൊക്കെ വെന്ത് ഉടഞ്ഞ് നല്ല സെറ്റായി വരണം, എന്നാലും ഇതിനൊരു ടേസ്റ്റ്, ഒരു മന്തിയുടെ ഒരു അടിപൊളി ടേസ്റ്റ് അതിന് വരുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെക്കുക മാത്രമല്ല, ഇത് വെന്തുടയാതെ വേണം മറിച്ചിടാൻ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ മാത്രമേ മന്തിക്ക് അതിൻ്റേതായൊരു ചിക്കനൊക്കെ ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചിക്കനൊക്കെ ഉടഞ്ഞു പോയി ആകെ ഒരു കോലായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി അതവിടെ കിടന്നോട്ടെ. അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചോറിൻ്റെ പരിപാടിക്ക് പോവാം. അതിനായിട്ടൊരു ചെമ്പിൽ വെള്ളം എടുത്തിട്ട് നമ്മളതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ടു. പിന്നെ കുറച്ച് സ്പൈസസും കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് സ്പൈസസ് ഒന്നും ഇടുന്നില്ല, കുറച്ച് സ്പൈസസ് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം അത് കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ്, ഉമ്മക്ക് കല്ലുപ്പാണ് താല്പര്യം, അതുകൊണ്ടാണ് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഉമ്മ എല്ലാത്തിനും കല്ലുപ്പിട്ടൊരു അങ്ങനൊരു ശീലമാണ്. ഉമ്മ ഒരു പഴയ ആളല്ലേ, അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ ബസുമതി റൈസ് നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതവിടെ കിടന്ന് നന്നായി വേവട്ടെ. വല്ലാതെ അങ്ങ് വേവിക്കേണ്ട, കുറച്ചൊന്നും. എന്തായാലും നമ്മൾ പിന്നെ ഒരു കാര്യം നമ്മൾ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഊറ്റുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ വിട്ടുപോയി. അപ്പോൾ നമ്മളിനി ദമ്മിടുന്ന വീഡിയോ നമുക്ക് കാണിക്കാം. ഊറ്റാനിപ്പോൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ മസാല, ചിക്കൻ്റെ ആ ഗ്രേവി നമ്മൾ അതിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ അതിലേക്ക് റൈസ് ഇട്ടു. ഇനി നമ്മൾ അതിലേക്ക് 2 പച്ചമുളക്, 2-3 പച്ചമുളക് നമുക്ക് എടുക്കാം. ഞങ്ങൾ 2 പച്ചമുളക് വെച്ചിട്ടുള്ളൂ കേട്ടോ. 2 പച്ചമുളക് വെച്ചു. എന്നിട്ട് നമ്മളതിൻ്റെ കുറച്ച് ചാർക്കോള് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തീ കത്തിച്ചൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് വെച്ച് അതിൽ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കറിലാണ് അടച്ചു വെച്ചത് കേട്ടോ. അത് നമ്മളൊരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ശേഷം മന്തി ഇങ്ങനെ ആയി.